ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതുവരെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മളിപ്പോഴും നല്ല ചൂടാണ്, നമുക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മൾ വെള്ളം ദാഹിച്ചൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് നാരങ്ങ ജ്യൂസൊക്കെ അടിക്കാൻ നമുക്ക് പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു എളുപ്പ വിദ്യയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എളുപ്പത്തിൽ നാരങ്ങ വെള്ളമൊക്കെ തയ്യാറാക്കി കുടിക്കാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് 1/2 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ആ ഒരു ബൗളിൽ തന്നെ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ അടുപ്പിൽ വെച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം നമ്മൾ ഇതുപോലെ ഷുഗർ സിറപ്പ് നമ്മൾ തയ്യാറാക്കി നമ്മൾ കുപ്പിയിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ചൂടിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളം ഒക്കെ ജ്യൂസ് അടിച്ചൊക്കെ കുടിക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു പഞ്ചസാരയുടെ അഴുക്കൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി നമുക്കതിലേക്ക് ഒരു 4-5 തുള്ളി നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു 10 മിനിറ്റ് നല്ലതുപോലെ ഈ ഒരു പഞ്ചസാര നല്ലതുപോലെ തിളപ്പിച്ച ശേഷം നമുക്കിത് ഇറക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തീ ഓഫ് ചെയ്യാം. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നാരങ്ങ ജ്യൂസൊക്കെ തയ്യാറാക്കാൻ നമുക്ക് എളുപ്പത്തിൽ പറ്റും കേട്ടോ. നമുക്ക് ഇതുപോലെ ഒരു പകുതി നാരങ്ങയൊക്കെ ഒന്ന് പിഴിഞ്ഞ ശേഷം അതിൻ്റെ ആ ജ്യൂസ് എടുത്ത ശേഷം അതിലേക്ക് ഒരു 2-3 ഐസ് ക്യൂബ് ഇട്ട് കൊടുത്ത് ഇതിൽ നിന്ന് നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്കും അതുപോലെ എല്ലാവർക്കും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ജ്യൂസ് തയ്യാറാക്കി കുടിക്കാൻ പറ്റും കേട്ടോ. നമ്മളിനി പഞ്ചസാര അലിഞ്ഞ് കിട്ടാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട. ഇതുപോലെ ഒന്ന് ചെയ്ത് നമ്മൾ ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ജ്യൂസൊക്കെ തയ്യാറാക്കി കുടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഈ ചൂട് സമയത്തൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടും കേട്ടോ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് ദോശ ചുടുന്ന ദോശക്കല്ല് കുറേ ദിവസം ആകുമ്പോൾ അതിൻ്റെ ആ സൈഡൊക്കെ ഇതുപോലെ ആ എണ്ണയൊക്കെ ഒന്ന് പറ്റി പിടിച്ച് അത് വൃത്തിയില്ലാതെ ഇരിക്കുകയും ചെയ്യും. ദോശ നമുക്ക് പെട്ടെന്ന് ഇളകി കിട്ടുകയില്ല കേട്ടോ. അങ്ങനെ ഈസി ആയിട്ട് ഇതിനെ വൃത്തിയാക്കാനുള്ള നല്ലൊരു ടിപ്സാണ്. അതിനുവേണ്ടി ചൂടായി കിടക്കുന്ന ദോശക്കല്ലിലേക്ക് നമ്മൾ കുറച്ച് പൊടിയുപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു നാരങ്ങ ഇതുപോലെ ഒന്ന് പോർക്കിൽ കുത്തിയ ശേഷം നമുക്കിതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം. ആ ചൂടോടെ തന്നെ നല്ലതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കാം. ഇത് കുറേ നേരം ഇതുപോലെ ആ ഒരു എല്ലാ സൈഡും ഒന്ന് തേച്ച് കൊടുത്ത ശേഷം ഒരു നാരങ്ങയുടെ നീരും കൂടി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇനി അത് ഒന്നും കൂടി ആ ചൂടോടെ തന്നെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ദോശക്കല്ലിൽ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കെല്ലാം നല്ലതുപോലെ ഇളകി കിട്ടും. അപ്പം ഞാൻ ഇവിടെ ഇതെല്ലാം നല്ലതുപോലെ എല്ലാ സൈഡും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നമ്മൾ ദോശ ഇളക്കുന്ന ചട്ടവും കൊണ്ട് ആ സൈഡെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കതല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ച് ഇതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ ഇതുപോലെ ഇരിക്കുകയാണെങ്കിൽ ദോശ നമുക്ക് പെട്ടെന്ന് ഇളകി കിട്ടില്ല. അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ദോശയൊക്കെ ചുട്ടെടുക്കാൻ. അപ്പം നമ്മൾ ഇതുപോലെ ഇത് കത്തിയോ എന്തെങ്കിലും വെച്ച് ഇതുപോലെയൊക്കെ ഇളക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ നാരങ്ങയുടെ ആ ഒരു തോല് കൊണ്ട് നല്ലതുപോലെ എല്ലാ ഭാഗത്തും തേച്ച ശേഷം നമ്മളിതുപോലെ ഇളകാത്തത് കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് ആ സൈഡൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. കണ്ടോ, ആ സൈഡിലൊക്കെ നല്ലതുപോലെ പറ്റി പിടിച്ച് ആ എണ്ണയുടെ അതിലിരിക്കും. നമ്മൾ സ്ഥിരമായിട്ട് എണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ പാനിലൊക്കെ ആണെങ്കിൽ എണ്ണ അങ്ങനെ അധികം ഉപയോഗിക്കില്ല. പക്ഷേ ഇതുപോലത്തെ ദോശക്കല്ലിലൊക്കെ ആണെങ്കിൽ നമുക്ക് എണ്ണ തേച്ചാണ് നമ്മൾ ചുടണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം ഒരു സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത ശേഷം അതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. സവാള തേക്കുന്ന നമ്മൾ ദോശയൊക്കെ പെട്ടെന്ന് ഇളകി കിട്ടാൻ നല്ലൊരു വിദ്യയാണ് കേട്ടോ. സവാള ഒന്ന് ദോശക്കല്ലിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ അറിയാം ആ ദോശക്കല്ല് എന്ത് ഭംഗിയായിട്ടുണ്ട്. ഇപ്പം ആ എണ്ണയുടെ ആ സവാളൊക്കെ തേച്ചപ്പോൾ തന്നെ അതിൽ ഒട്ടും തന്നെ അഴുക്കോ ഒന്നുമില്ല. ആ പറ്റി പിടിച്ചിരുന്ന എല്ലാം നമ്മൾ ഇളക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, ദോശക്കല്ലിൻ്റെ ആ ഒരു കറുത്ത എല്ലാം അങ്ങ് മാറിയിട്ടുണ്ട്.
അപ്പോൾ ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. കണ്ടോ, നമ്മൾ നേരത്തെ കണ്ട ദോശക്കല്ല് ഇപ്പോഴത്തെ ദോശക്കല്ല് ഒന്ന് നിങ്ങൾ നോക്കിയാണ് നല്ലതുപോലെ അതിൻ്റെ എല്ലാ അഴുക്കും പോയിട്ടുണ്ട്. ഇനി നമ്മൾ ദോശ ചുടുന്നതിന് മുമ്പേ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ ചൂടായി കിടക്കുന്ന ദോശക്കല്ലാണ്. ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് മാറ്റി അതിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ആ ഒരു തണുപ്പ് നല്ലതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഈ ഐസ് ക്യൂബിനെ എല്ലാം അങ്ങ് മാറ്റി കളയാം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇതെല്ലാം ഒന്ന് മാറ്റിയ ശേഷം നല്ലതുപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ദോശ ഒട്ടും തന്നെ പാടില്ലാതെ എല്ലാം ഇളകി കിട്ടും. ഇനി നമുക്കിതിലേക്ക് എണ്ണ തടവിയ ശേഷം നമുക്ക് ദോശ ചുട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ദോശമാവ് കലക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയ ശേഷം നമുക്കിതിനെ ചുട്ടെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇത് ദോശ നമ്മൾ ചുടുമ്പോൾ പെട്ടെന്ന് ഇളകി വന്നില്ലെങ്കിൽ ഉടൻ ചെയ്യേണ്ട ഒരു വിദ്യ എന്ന് വെച്ചാൽ ഒരു മുട്ടേനെ പൊട്ടിച്ചൊഴിച്ച് നല്ലതുപോലെ ഒന്ന് പൊരിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ദോശക്കല്ല് പരുവായി കിട്ടും. ഇത് കണ്ടോ, നല്ലതുപോലെ പരുവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ദോശക്കല്ലൊക്കെ ഒട്ടും തന്നെ ഇളകാതിരിക്കുന്ന ദോശക്കല്ല് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ കട്ടിയുള്ള തുണികളിലൊക്കെ ഇതുപോലെ പിന്നൊക്കെ കുത്തുമ്പോൾ ആ പിന്ന് തുരുമ്പിച്ചിരിക്കുകയാണെങ്കിലോ മുനയില്ലെങ്കിലോ അത് പെട്ടെന്ന് നമുക്ക് അത് കുത്തിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ പിന്ന് കുത്താതെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട നല്ലൊരു ടിപ്സാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലത്തെ അരിപ്പ ഉണ്ടാവുമല്ലോ, ആ അരിപ്പയിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന പിന്ന് കൊണ്ട് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുകയോ അതിലൊന്ന് കുത്തി കൊടുക്കുകയൊക്കെ ചെയ്താൽ മതി കേട്ടോ. നല്ലതുപോലെ ഒന്ന് കുത്തി കൊടുക്കുകയോ ഉരച്ച് കൊടുക്കുകയോ ചെയ്യുമ്പോൾ അത് നല്ലതുപോലെ അതിൻ്റെ ആ തുരുമ്പൊക്കെ മാറി അത് നല്ലതുപോലെ ഇതായിട്ടാവും കേട്ടോ. അങ്ങനെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ എത്ര കട്ടിയുള്ള തുണിയിലും നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പിന്നൊക്കെ കുത്തി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ കണ്ടോ, ഇത് നേരത്തെ നമുക്ക് ഒട്ടും തന്നെ ഇതായിരുന്നു. ഇപ്പോൾ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് നല്ലതുപോലെ പിന്നെ കുത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.